ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു മത്തി അല്ലെങ്കിൽ ചാള തോരൻ വെച്ചാലോ? അതിന് വേണ്ടി ഞാൻ ചെറിയ മത്തിയാണ് കിട്ടിയത്. അതൊരു 15 മത്തി ഞാൻ ചെറുത് വലുതാക്കിയിട്ട് ചെറുത് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഉപ്പ് എരിയും പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയത്. അതിൻ്റെ അരപ്പ് നമുക്ക് നോക്കാം. ഒരു അരമുറി തേങ്ങ, ഒരു 15 ചെറിയ ഉള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, കറിവേപ്പില, 4 പച്ചമുളക്, ഒരു 2 ചെറിയ അല്ലി വെളുത്തുള്ളി. ഇതിൽ നമുക്ക് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം, അരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ചതക്കിയാവും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട് ഇടാൻ, പുളിക്ക് പകരം മാങ്ങ. നല്ല ടേസ്റ്റാണ് മാങ്ങയിട്ട് നമ്മൾ ഈ മീൻ തോരൻ വെച്ച് നോക്കിയാൽ കേട്ടോ. ചതച്ചിട്ട് വരാം, ചെറുതായിട്ട് ചതയ്ക്കാവേ. അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി ഇട്ടിട്ടുണ്ട്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ്, ഇത്രയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചതച്ചിട്ട് വരാം. അപ്പോൾ തേങ്ങയെല്ലാം ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വന്നിട്ട് ഞാൻ ഈ നമ്മൾ മീൻ കഷ്ണങ്ങളാണെന്നോട് എടുത്തിട്ട് മീൻ കഷ്ണങ്ങളാണെന്നോട് ചേർത്തിട്ട് മാങ്ങയിട്ടിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കും. വേണേൽ കുറച്ച് ഉപ്പും കൂടെ, വേറെ വെള്ളം ഒട്ടും ചേർക്കരുത്. ഈ മീനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് വറ്റിക്കാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ ടേസ്റ്റും പോവും. അപ്പോൾ ഈ മാങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കണ്ട. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ കൈകൊണ്ട് ഇളക്കി തിരുമ്മി എടുക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്ന് വെച്ചാൽ ഇത് ഉപ്പ് ഇരിയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഗ്യാസിൽ വെക്കാം. ഓക്കെ. 13 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്ത് 13 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല, എന്നിട്ട് വെള്ളം ഒന്നും ഒട്ടുമില്ല. എന്നാൽ തന്നെ മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം ഒട്ടുമില്ല. ഇതുപോലെ ആയിരിക്കണം എപ്പോഴും. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതി. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി മൂടി പൊത്തി വെക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇടുക. ജസ്റ്റ് ഇളക്കി വെക്കുക. മീൻ പൊടിഞ്ഞു പോകാതെ വേണം ഇളക്കാൻ. വളരെ ടേസ്റ്റിയാണ്. ഇതൊന്ന് വെച്ച് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് മാങ്ങയൊക്കെ ഇട്ട് ഭയങ്കര ടേസ്റ്റാണ്. അതങ്ങനെ മീൻ പൊടിയത് റെഡി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you.